നമസ്കാരം. ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം സ്പാകളെ കുറിച്ചാണ്. തിരുവല്ലയിലെ ഒരു മസാജിംഗ് സ്പാ സെന്ററിൽ നടന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ക്രോസ് മസാജിംഗ് നടത്തിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അതിനുവേണ്ടി പ്രത്യേക ശ്രദ്ധ ചെലുപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അതെന്ന് ഓർക്കണം. ഒരു സ്ത്രീ പരാതി പറഞ്ഞ ഉടൻ തന്നെ അത് പരിഹരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വി രാജേഷ് ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മസാജിംഗ് സെന്ററുകളും സ്പാകളെ കുറിച്ചും ഒക്കെ വലിയ ചർച്ച നടക്കുമ്പോഴാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP S. ശ്രീജിത്ത് അബുദാബിയിൽ പോയി ഒരു സ്പാ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചത്. വലിയ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അബുദാബിയിൽ സ്പാ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്വകാര്യ ചടങ്ങിൽ എങ്ങനെയാണ് ADGP എത്തപ്പെട്ടതെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവവുമാണ്. അവിടെ ഇനിയ എന്ന് പറയുന്ന സിനിമാ താരമായിരുന്നു ആ സ്പായുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടേക്ക് എങ്ങനെയാണ് ADGP എത്തിച്ചേർന്നത് എന്നത് സംശയാസ്പദമായ കാര്യവുമാണ്. ഏതായാലും ഈ ശ്രീജിത്ത് നടത്തിയ വിദേശയാത്രയെ സംബന്ധിച്ചടക്കമുള്ള വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം വേണം എന്ന ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത്രയും വിവാദമായ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ADGP ശ്രീജിത്തിന് അവിടെ പോയി ഒരു സ്പാ ഉദ്ഘാടനം ചെയ്യാനുള്ള അനുമതി ലഭ്യമായത്? 2025 ഫെബ്രുവരി 1 വൈകിട്ട് അബുദാബിയിലെ ഒരു സ്വകാര്യ ആയുർവേദിക് ആൻഡ് സ്പാ അതാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ആയുർവേദിക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പല ആയുർവേദ സ്പാ സെന്ററുകളുടെയും മറവിൽ നടക്കുന്നത് നമുക്ക് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായും അറിയുകയും ചെയ്യാം. ഇതൊരു ആയുർവേദ സ്പാ ആണെന്നും ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഈ നവ സ്പാ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട്. ആ പേജിലൊക്കെ പോലീസ് യൂണിഫോമിലുള്ള ADGPയുടെ ആ ചിത്രം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയിട്ടുള്ളത്. ഇനിയ ചലച്ചിത്ര താരം ഇനിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. ഇനിയ ഇപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിലുമൊക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടത്തിയ എല്ലാ പ്രൊമോഷനിലും ADGP ശ്രീജിത്തിന്റെ ചിത്രമടക്കമുണ്ടായിരുന്നു. ശ്രീജിത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്നും ഇന്നലെയുമല്ല വിവാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളല്ല ശ്രീജിത്തുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പായുടെ കാര്യം പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം പല കേസുകളിലും ഇത്തരത്തിലുള്ള ആരോപണ വിധേയന ഒരാൾ കൂടിയാണ് ശ്രീജിത്ത്. നമുക്കറിയാം, പാലത്തായി പീഡന കേസുമായി ബന്ധപ്പെട്ട് പത്മനാഭൻ എന്ന് പറയുന്ന അധ്യാപകന്റെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അവിടെ ചില ജിഹാദികൾക്ക് ചോർത്തി കൊടുത്തു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോൾ, ആ വാർത്തകൾ അല്ലെങ്കിൽ അത്തരം ഒരു കേസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി വള്ളി പുള്ളി തെറ്റാതെ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മറ്റൊരു രീതിയിലേക്ക് കേസിന്റെ തെളിവുകളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയും അത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന ആരോപണം കൂടി നേരിടുന്നുണ്ട്. തീർച്ചയായും അപ്പോൾ ഈ ആയുർവേദ സ്പായുടെ മറവിൽ അബുദാബിയിലേക്ക് പോയത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. മറ്റേതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ ADGP ശ്രീജിത്ത് അബുദാബിയിലേക്ക് എത്തിയത് എന്ന കാര്യം പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സ്പാ ആരുടേതാണ്, ഇതുമായി ആർക്കാണ് ബന്ധം, എന്താണ് ഈ സ്പായിലേക്ക് പോകാനുണ്ടായ സാഹചര്യം അടക്കമുള്ള പല കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. ഏതായാലും സ്ക്രീൻഷോട്ടും ഒക്കെ വെച്ചുകൊണ്ട് വീഡിയോ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, സ്ക്രീൻഷോട്ടൊക്കെ വെച്ചുകൊണ്ട് പലരും പുറത്തു വന്ന് പരാതി നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചടങ്ങിൽ ശ്രീജിത്തിന്റെ ഒപ്പം സിനിമാ താരം ഇനിയ പങ്കെടുത്തിരുന്നു. ഇനിയും വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സ് എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. ചീഫ് ഗസ്റ്റ് ADGP ശ്രീജിത്ത് ആണെന്ന് നടിക്കൊപ്പം ശ്രീജിത്ത് IPS യൂണിഫോമിൽ നിൽക്കുന്ന ഫോട്ടോയിൽ നിന്നും വീഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നടി ഇനിയും ഇങ്ങനെ തന്നെയാണ് എല്ലാ പരിപാടിയിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ആരാണ് അബുദാബിയിലേക്ക് ഈ ADGP ശ്രീജിത്തിനെ കൊണ്ടുപോയത്? ADGP ശ്രീജിത്തിനെ അവിടെ കൊണ്ടുപോയി അവിടെ ഉദ്ഘാടനം ചെയ്യാനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? അബുദാബിയിൽ ഇങ്ങനെ ഒരു സ്പാ ഉദ്ഘാടനം ചെയ്യാൻ ADGPയെ തെരഞ്ഞെടുത്തതിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു ഉത്തരവാദിത്തപ്പെട്ട IPS ഓഫീസർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഇത് എന്നാണ് ഉയരുന്ന ആരോപണം. ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുക, അതും ഒരു ആയുർവേദ സ്പായുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള കാര്യമാണ്. പോലീസ് യൂണിഫോമിലുള്ള ചിത്രങ്ങൾ അടക്കം വെച്ചുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുക, അതൊന്ന് സ്വകാര്യ വ്യക്തിയുടെ പരിപാടിയിൽ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്നത് തീർച്ചയായും തിരിച്ചറിയേണ്ട കാര്യമാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയം മുതൽ ശ്രീജിത്തിന്റെ മനം മാറ്റവും ശ്രീജിത്തിന്റെ നീക്കവും മാറ്റങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലായതാണ്. ജനങ്ങൾക്കും അത് ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ശ്രീജിത്തിനുള്ളത് എന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹവും വിലയിരുത്തുന്നത്.